പ്രഭാതകാലത്തിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് രാവിലെ നാം ചിന്തിക്കുന്നത് 2 ശമൂവേൽ 22-ാം അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യമാണ്. അവിടെ ഇപ്രകാരം നമ്മൾ വായിക്കുന്നു: അവൻ ശത്രുവശത്ത് നിന്ന് എന്നെ വിടുവിക്കുന്നു, എന്നോട് എതിർക്കുന്നവർക്ക് മീതെ നീ എന്നെ ഉയർത്തുന്നു. ദൈവത്തിൻ്റെ മക്കളായി നാം നടക്കുന്നു എങ്കിൽ നമുക്ക് ശത്രുക്കൾ ധാരാളം ഉണ്ടാകും. നാം പാപവഴികളിൽ നടന്നപ്പോൾ നമ്മോട് ചേർന്ന് നിന്നവരൊക്കെ നമുക്ക് ശത്രുക്കളാവും. ദൈവത്തിൻ്റെ മക്കളായി കഴിയുമ്പോഴത്തേക്ക് നാം ഒരു വേർപാടാണ് സമൂഹത്തിൽ നിന്നും നമുക്ക് ഉണ്ടാകുന്നത്. അതായത് ലോകം ചെയ്യുന്നതൊന്നും ദൈവത്തിൻ്റെ മക്കൾ ചെയ്യുകയില്ല. അപ്പോൾ സ്വതവേ നമുക്ക് ശത്രുക്കളായിട്ട് അവരൊക്കെയും മാറും. നമ്മുടെ വീട്ടുകാർ പോലും നമുക്ക് ശത്രുക്കളായിട്ട് മാറും. അപ്പോൾ നമ്മളോട് എതിർക്കുന്നവർ അനേകരുണ്ടാകും. എന്നാൽ ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് വിശ്വാസത്തിൽ നാം ഉറച്ചു നിൽക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും നാം തരണം ചെയ്യേണ്ട വൈതരണികളെ എല്ലാം തരണം ചെയ്യുവാൻ തക്കണം ദൈവം നമ്മളെ പ്രാപ്തരാക്കുന്നത്. മാത്രമല്ല, വചനത്തിൽ പറയുന്ന പോലെ ഇപ്രകാരം പറയുന്നു: അവൻ ശത്രുവശത്ത് നിന്ന് എന്നെ വിടുവിക്കുന്നു. അതെ, നമ്മോട് എതിർത്തുന്ന ശത്രുക്കളുടെ കയ്യിൽ നോക്കിയും നമുക്ക് ഒരു രക്ഷയും വിടുതലും സ്വർഗത്തിലെ ദൈവം തരും. അവൻ ഒരു വലിയ സ്വർഗീയ സംരക്ഷണം നമുക്ക് തരും. അത് മാത്രവുമല്ല, നമ്മളോട് എതിർക്കുന്നവർക്ക് മീതെ നമ്മളെ ഉയർത്തും. നമുക്ക് താൽക്കാലികമായിട്ട് ചിലപ്പോൾ പരാജയങ്ങളോ അല്ലെങ്കിൽ പിന്മാറ്റങ്ങളോ ഒക്കെ നമുക്ക് സംഭവിച്ചു വരാം. എന്നാൽ ആത്യന്തികമായിട്ടുള്ള വിജയവും നമ്മെ ശത്രുക്കൾ മുമ്പാകെ അവരുടെ മീതെ ഉയർത്തുകയും ചെയ്യുന്ന അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടാകട്ടെ. അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറും. ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ദൈവത്തിൻ്റെ മകനായിട്ട് മാത്രം ജീവിക്കുക, പ്രാർത്ഥിക്കുക. പ്രിയ കർത്താവേ, നിന്റെ മക്കൾ കടന്നു പോകുന്ന എല്ലാ വഴികളെയും മാറ്റി അവർക്ക് ശത്രുവശത്തു നിന്നവരെ ഉദ്ധരിച്ച് അവരോട് എതിർക്കുന്നവർക്ക് മീതെ അവരെ ഉയർത്തണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലസ് യു. അനുഗ്രഹിക്കപ്പെട്ട വചനം അല്ലേ? വീണ്ടും നമുക്ക് കൂടി വരാം. തിരുരക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ.